ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഒരിക്കൽ ഒരു വേദപാഠ ക്ലാസ്സിൽ അധ്യാപകൻ തൻ്റെ കുട്ടികളോട് ഭാവിയിൽ എന്തായിത്തീരണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെന്ന് ചോദിച്ചു. കുട്ടികൾ ഓരോന്നായി ഡോക്ടർമാരാകണമെന്നും എഞ്ചിനീയർമാരാകണമെന്നും അധ്യാപകരാകണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു കുട്ടി വ്യത്യസ്തമായ ഒരു ആഗ്രഹം പറഞ്ഞു. അത് കേട്ട് സഹപാഠികളെല്ലാവരും ചിരിച്ചു. പക്ഷേ ആ അധ്യാപകൻ ഒരു നിമിഷത്തേക്ക് നിശ്ചഞ്ചലനായി. കാരണം ആ കുട്ടിയുടെ ആഗ്രഹം താൻ ഒരിക്കലും ആരിൽ നിന്നും കേൾക്കാത്ത ഒരാഗ്രഹമായിരുന്നു. ആ കുട്ടിയുടെ ആഗ്രഹം ഭാവിയിൽ അവന് ഒരു വിശുദ്ധനായി തീരണമെന്നായിരുന്നു. മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധരായി തീരുക എന്നത് ഒരു ക്രൈസ്തവൻ്റെ വിളിയാണ്. എന്നാൽ നാം അതിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ വിശുദ്ധി സമ്പാദിക്കാനും നിലനിർത്താനും 4 മാർഗങ്ങൾ പറഞ്ഞു തരികയാണ് സഭാമാതാവ് കൈത്താക്കാലത്തിലെ 3-ാമത്തെ ഞായറാഴ്ചയിലെ വചനവായനകളിലൂടെ. ഇന്നത്തെ 1-ാമത്തെ വായന നിയമാവർത്തന പുസ്തകം 5-ാം അധ്യായം 6 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ഹോറബിൽ വെച്ച് ദൈവം മോശ വഴി ഇസ്രായേൽക്കാർക്ക് 10 കൽപ്പനകൾ നൽകുന്നുണ്ട്. അതിലെ ആദ്യത്തെ 4 പ്രമാണങ്ങളും ആ 4 പ്രമാണങ്ങൾ പാലിച്ചാലുള്ള അനുഗ്രഹങ്ങളെയും കുറിച്ചാണ് ഇന്നത്തെ 1-ാം വായന. കൽപ്പനകളുടെ ലംഘനമാണ് പാപമെന്ന് നമുക്കറിയാം. മറ്റൊരു രീതിയിൽ ധ്യാനിച്ചാൽ കൽപ്പനകൾ പാലിച്ചാൽ മാത്രമേ നമുക്ക് വിശുദ്ധിയിൽ ജീവിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഇന്നത്തെ 2-ാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ നിന്നാണ്. വിശിഷ്ടമായ മുന്തിരിപ്പഴം പ്രതീക്ഷിച്ചിരുന്നയാൾക്ക് കാട്ടുമുന്തിരിപ്പഴം ലഭിച്ചതിൻ്റെ വേദന പോലെയാണ് സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിന് നീതിബോധം നഷ്ടപ്പെട്ട ഇസ്രായേൽ ജനത്തെ പറ്റിയുള്ള വേദന. വിശുദ്ധിയിൽ ജീവിക്കാൻ ദൈവം നമുക്ക് ഇന്ന് തരുന്ന 2-ാമത്തെ മാർഗമാണ് നീതിബോധത്തോടെ ജീവിക്കുക എന്നത്. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 7-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ ലേഖന ഭാഗം. നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും അശുദ്ധമാക്കുന്നതിൽ നിന്ന് അകന്ന് ദൈവഭയത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് വിശുദ്ധി സ്വന്തമാക്കാമെന്ന് ഇന്നത്തെ ലേഖന ഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കുറച്ചും കൂടി വ്യക്തമായി പൗലോസ് ശ്ലീഹായിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എല്ലാ തെറ്റുകളെയും കുറിച്ച് നാം പശ്ചാത്തപിക്കുമ്പോഴാണ് വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നത്. ഇന്നത്തെ സുവിശേഷം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 12 വരെയും 35 മുതൽ 38 വരെയുമുള്ള വാക്യങ്ങളിൽ നിന്നാണ്. ജന്മന അന്ധനായ ഒരു വ്യക്തിക്ക് ഭൗതിക കാഴ്ച നൽകുകയും അയാളുടെ ആത്മീയ അന്ധത നീക്കുകയും ചെയ്യുന്ന ഈശോയെയാണ് നാം ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈശോ ജന്മന അന്ധനായ ആ വ്യക്തിക്ക് ഭൗതിക കാഴ്ച നൽകുന്നതിനോടൊപ്പം ആത്മീയ അന്ധതയും നീക്കിക്കളഞ്ഞത്? അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം ഉടനീളം വായിക്കുമ്പോഴാണ്. ഈ അധ്യായത്തിൽ നാം ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. ഈശോയെയും ശിഷ്യന്മാരെയും ഫരിസ്യരെയും യഹൂദരെയും അന്ധയാചകനെയും അവൻ്റെ മാതാപിതാക്കന്മാരെയും, അങ്ങനെ ഒരുപാട് പേരെ. ഈ അന്ധയാചകൻ ഒഴികെ മറ്റെല്ലാവർക്കും ഭൗതിക കാഴ്ചശക്തിയുള്ളവരായിരുന്നു. അതിനാൽ തന്നെ കാഴ്ചശക്തിയുടെ എല്ലാ അനുഗ്രഹങ്ങളും സുഖസന്തോഷങ്ങളും ഈ അന്ധയാചകൻ ഒഴികെ മറ്റെല്ലാവരും അനുഭവിച്ചിരുന്നു. ഈ അന്ധയാചകന് കാഴ്ചശക്തി ലഭിച്ചതുകൊണ്ടല്ല ഫരിസ്യരും യഹൂദരും പ്രകോപിതരാകുന്നത്, മറിച്ച് യേശു സാപത്തിൽ രോഗശാന്തി നൽകിയതുകൊണ്ടും കാഴ്ചശക്തി ലഭിച്ചയാൾ യേശുവിനെ അംഗീകരിച്ചതുകൊണ്ടാണ്. യേശുവിനെ അംഗീകരിക്കുകയും പരസ്യമായി ഏറ്റുപറയുകയും ചെയ്യുന്നവരെ സിനഗോഗിൽ നിന്ന് പുറത്താക്കണമെന്ന് യഹൂദർ തീരുമാനിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ അന്ധനായിരുന്ന ആ യാചകനെ സിനഗോഗിൽ നിന്ന് പുറത്താക്കിയത്. സാപത്തിൻ്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാതിരിക്കുകയും താൻ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് അംഗീകരിക്കാതിരിക്കുകയും ചെയ്തിരുന്ന ഫരിസ്യരുടെയും യഹൂദരുടെയും ആത്മീയ അന്ധത യേശു പലതവണ ശരിയാക്കാൻ ശ്രമിക്കുന്നത് നാം സുവിശേഷങ്ങളിൽ കാണുന്നില്ലേ?
പ്രിയരെ, ഭൗതികമായ കാഴ്ചയ്ക്കപ്പുറം ആത്മീയ കാഴ്ചയുള്ളവർക്ക് മാത്രമേ ക്രിസ്തുവിനെ അറിയാനും വിശ്വസിക്കുവാനും സാധിക്കുകയുള്ളൂ എന്ന് ഈ യാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റൊരു രീതിയിൽ ധ്യാനിച്ചാൽ ആത്മീയ അന്ധതകൾ നമ്മുടെ വിശുദ്ധിക്ക് തടസ്സമാണ്. പ്രിയരെ, മാമ്മോദീസയാൽ വിശുദ്ധീകരിക്കപ്പെടുന്ന നാം മരിക്കുവോളവും വിശുദ്ധരായി ജീവിക്കാൻ കടപ്പെട്ടവരാണ്. കാരണം ലേവ്യരുടെ പുസ്തകം 20-ാം അധ്യായം 26-ാം വാക്യത്തിലൂടെ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എൻ്റെ മുൻപിൽ നിങ്ങൾ വിശുദ്ധരായിരിക്കുവിൻ, എന്തെന്നാൽ കർത്താവായ ഞാൻ പരിശുദ്ധനാണ്. നിങ്ങൾ എനിക്ക് സ്വന്തമാകേണ്ടതിന് ഞാൻ നിങ്ങളെ മറ്റു ജനങ്ങളിൽ നിന്ന് വേർതിരിച്ചിരിക്കുന്നു എന്ന്. എന്താണ് വിശുദ്ധി? വിശുദ്ധി എന്നാൽ അസാധാരണമായ കാര്യങ്ങൾ ചെയ്യുക എന്നല്ല, മറിച്ച് സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി സാധാരണ കാര്യങ്ങൾ ചെയ്യുന്നതാണ് എന്ന് ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധിയിൽ ജീവിക്കാൻ നമുക്ക് ദൈവകൽപ്പനകൾ അനുസരിച്ച് നീതിബോധത്തോടെ ജീവിച്ച് ചെയ്ത തെറ്റുകൾക്ക് പശ്ചാത്തപിച്ച് ആത്മീയ അന്ധതകൾ നീക്കി വിശുദ്ധരായിരിക്കാൻ പരിശ്രമിക്കാം. ആമേൻ.